നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ ഗോതയാണ് ഹരിയാനയിൽ സജീവമാകുന്നത്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ തന്ത്രം മെനയുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തന്ത്രങ്ങൾ വിജയിച്ചാൽ ശക്തമായ തിരിച്ചുവരവ് കൂടിയാകും പാർട്ടിയുടേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും 5 സീറ്റുകൾ വീതമാണ് വിജയിച്ചത്. വോട്ട് ശതമാനത്തിൽ കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം. കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ അനുകൂലമാക്കിയുള്ള മെഡൽ നേട്ടമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഗുസ്തി താരങ്ങളുടെ സമരത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പൂനിയ എന്നിവരെ ഉൾപ്പെടെ കൂടെ കൂട്ടി പ്രചരണം ശക്തമാക്കാനുള്ള കോൺഗ്രസ് ശ്രമം അതിന്റെ ഭാഗമാണ്. ഇരുവരും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ തുടക്കമാണെന്ന നിഗമനത്തിൽ തെറ്റില്ല. ഹരിയാനയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള അന്തിമ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇരുവരും രാഹുലിനെ കണ്ടത് എന്ന പ്രത്യേകതയും ഈ കൂടിക്കാഴ്ചക്കുണ്ട്. എന്നിരുന്നാലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ മാത്രമേ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുകയുള്ളൂ. ഹരിയാനയ്ക്ക് വേണ്ടിയുള്ള പ്രകടന പത്രികയിൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് സാധാരണക്കാരെ ലക്ഷ്യമിടാൻ തന്നെയായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് നടത്തിയ ഹരിയാന മാംഗെ ഹിസാബ് എന്ന ക്യാമ്പയിനിലൂടെ അങ്ങനെ ലഭിച്ച 20 ലക്ഷം നിർദ്ദേശങ്ങളിൽ നിന്നാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലെയും പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തിയാണ് കോൺഗ്രസ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയത്. സമൂഹത്തിലെ ഒട്ടുമിക്ക വിഭാഗങ്ങളെയും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. BJP വിരുദ്ധ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകളും കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചകൾ അതിന്റെ ഭാഗമാണ്. ഇരു പാർട്ടികളും ചേർന്ന് സഖ്യം രൂപീകരിക്കാമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ആം ആദ്മി പാർട്ടി നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. BJPയെ പരാജയപ്പെടുത്താൻ എന്തു വഴിയും സ്വീകരിക്കുമെന്ന് ആം ആദ്മി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ മനീഷ് സിസോദിയയും വ്യക്തമാക്കിയതാണ്. രാഹുലിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തുവെന്ന് ആം ആദ്മി MP കൂടിയായ സഞ്ജയ് സിംഗും പറഞ്ഞിരുന്നു. ആം ആദ്മിക്ക് പുറമെ സമാജ്വാദി പാർട്ടി, ഇടതുപക്ഷം എന്നിവയെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള നീക്കങ്ങളും ഇപ്പോൾ സജീവമാണ്. എന്നാൽ ദേശീയ തലത്തിൽ കൈവരിച്ച ഐക്യം ഇന്ത്യ മുന്നണിക്ക് പ്രാദേശിക തലത്തിലെത്തുമ്പോൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട്. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ 1-ന് നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് ഒക്ടോബർ 5-ലേക്ക് നീട്ടുകയായിരുന്നു.